ഡബിൾ പാസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. വെൽക്കം ടു എജുബോട്ട് ലിബാൻ സാറാണ്. സോ നമുക്ക് നോക്കാമല്ലേ എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ അക്കൗണ്ടൻസി +1 അക്കൗണ്ടൻസിയിൽ ഡബിൾ പാസ് വാങ്ങാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അതിലെ കമൻസുകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ ഏതെങ്കിലും പോർഷൻസിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സാറേ ഈ ഒരു പോർഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല മക്കളെ, എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോസും കഴിഞ്ഞ വീഡിയോസും നമ്മുടെ ലൈവുകളൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യണം, ഇതിൻ്റെ ലിങ്ക് എത്തണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഓരോ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ് എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ പർച്ചേസ് ഡേ ബുക്ക് ഓഫ് മിസ്റ്റർ വെന്യൂ ഷൂ മാർട്ട്. വെന്യൂ ഷൂ മാർട്ടിൻ്റെ ബുക്സിൽ എന്ത് ചെയ്യണം, പർച്ചേസ് ഡേ ബുക്ക് റെക്കോർഡ് ചെയ്യണം. സോ എല്ലാ വർഷവും കഴിഞ്ഞ മോഡൽ എക്സാമിന്, കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനടക്കം എല്ലാ വർഷത്തെ എക്സാമിനും കഴിഞ്ഞ ഫൈനൽ എക്സാമിനും ഒക്കെ ചോദിച്ചൊരു ചോദ്യമാണ് 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് 4 മാർക്ക് വാങ്ങുന്ന 2 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൽ ഒന്ന് ഈ പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കുക എന്നുള്ളതും രണ്ടാമത്തത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതുമാണ്. സോ അതിൻ്റെ ട്രിക്ക് എങ്ങനെയെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം കാണിച്ചു തരാം. സോ ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയോ നമ്മൾ കോപ്പി അടിക്കുമല്ലോ സാധാരണ നിങ്ങൾ എക്സാമിന്. ആ കോപ്പി അടിക്കൽ എങ്ങനെയാണോ അതിന് നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ, വലിയ നല്ല കഴിവൊന്നും വേണ്ട, ചെറിയ കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ 4 മാർക്ക് ഈസിലി ചെയ്യാൻ പറ്റും. സോ നോക്കുക, ഇവിടെ കണ്ടോ ഡേറ്റ് തന്നിട്ടില്ലേ. അപ്പോൾ ഈ ഡേറ്റ് ആണോ, ഇതൊരു കോളം. ഇവിടെ ആളെ പേരുണ്ട് ജാസ്മിൻ ട്രേഡേഴ്സ്, ഇതൊരാൾ. അടുത്ത ആളാരാ, ഹരി ട്രേഡേഴ്സ്, ഇതൊരാൾ. ഇത് രണ്ടും അടുത്ത കോളം, ഇത് രണ്ടും അടുത്ത കോളം. നെക്സ്റ്റ് ആണോ ഇൻവോയ്സ് നമ്പർ 624. കളർ മാറ്റി കാണിക്കാം അല്ലേ, 624. അതേപോലെ ഇവിടെ വേറൊരു ഇൻവോയ്സ് നമ്പർ ഉണ്ടല്ലോ 831. ഇത് രണ്ടും എന്താണ്, ഇത് വേറെ കോളം. കാരണം അതായത് ഡേറ്റ് ഒരു കോളം, ഇൻവോയ്സ് നമ്പർ മറ്റൊരു കോളം, ആളുടെ പേര് മറ്റൊരു കോളം. പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടല്ലോ, ഓരോരോ ഐറ്റംസുകൾ ഉണ്ടല്ലോ. സോ ഈ ഐറ്റംസുകൾ ഇതെന്താ, ഇത് വേറെ കോളം. എന്നിട്ട് അത് മൊത്തത്തിൽ ഒരു സമ്മറൈസിങ് രൂപത്തിൽ എഴുതിയാൽ അതിനെന്തായി, പർച്ചേസ് ബുക്ക് എന്നാണ് പേര്. സിമ്പിളാണ്. ഡേറ്റുകളൊക്കെ എഴുതുക ഒരു സിംഗിൾ കോളത്തിൽ, ഇൻവോയ്സ് നമ്പറുകൾ എന്ത് ചെയ്യുക മറ്റൊരു കോളത്തിൽ എഴുതുക. ആരുടെ അടുത്ത് നിന്നാണോ വാങ്ങിയത്, നെയിം ഓഫ് ദ സപ്ലയർ, നമ്മൾ വാങ്ങിയ വസ്തു ആരുടെ കയ്യിൽ നിന്നാണോ അയാളെ പേര്. എമൗണ്ട് എഴുതാനൊരു കോളം, ടോട്ടലിന് മറ്റൊരു കോളം. നോക്കാം. ഫസ്റ്റ് ഡേറ്റ് 1 മെയ് 1-ാം തീയതി ജാസ്മിൻ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിൽ നമ്പർ 624. സോ മെയ് 1 624 ബിൽ നമ്പർ ജാസ്മിൻ ട്രേഡേഴ്സ്. സോ കളർ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ല, സോ കളറെ മാറ്റാം. അപ്പോൾ ജാസ്മിൻ ട്രേഡേഴ്സ്. ഇനി എന്താ, ഇയാളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ വാങ്ങിയത്, ജാസ്മിൻ ട്രേഡേഴ്സിന് 30 അംബ്രല്ല, 1-ന് 230. സോ അംബ്രല്ല 30. അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതാം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന 30 അംബ്രല്ല 1-ന് 230 രൂപ. സോ 30 × 230 എത്ര കിട്ടും, 6900 കിട്ടും. ബാഗ് എത്ര ആണ്, 20 ലെതർ ബാഗ് 1-ന് 520. 20 × 560 എത്ര ഉണ്ടാകും, 11,200 ഉണ്ടാകും. നെക്സ്റ്റ് സ്കൂൾ ബാഗ് 30 എണ്ണം 1-ന് 200 രൂപ. സോ 30 × 200 6000 രൂപ ഉണ്ടാകും. സോ അംബ്രല്ല, ബാഗ്, സ്കൂൾ ബാഗ് 3 എണ്ണം ജാസ്മിൻ ട്രേഡേഴ്സിന് വാങ്ങി മൊത്തം 24,100 രൂപ ഉണ്ട്. എത്ര, 24,100. അടുത്തത് ഹരി ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് മെയ് 15-ാം തീയതി 831 ബിൽ നമ്പർ അല്ലേ. അപ്പം മെയ് 15 831 ബിൽ നമ്പർ ഹരി ട്രേഡേഴ്സ് എന്താ വാങ്ങിയത്, 10 പെയർ ലെതർ ഷൂ 1-ന് 800 രൂപ. സോ ലെതർ ഷൂസ് 10 എണ്ണം. സോ 10 × 800 എത്ര ഉണ്ടാകും, 8000 ഉണ്ടാവും അല്ലേ. സോ 8000, ഇതിവിടെ 8000 എഴുതാം. എന്നിട്ട് ലെസ് ഡിസ്കൗണ്ടിൻ്റെ ഇടെ ഡിസ്കൗണ്ട് 10% ഉണ്ട്, ഡിസ്കൗണ്ട് 10% ഉണ്ട്. സോ എത്ര, 8000-ന് 10% 800 അല്ലേ. സോ 800 നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും, 7200. അഥവാ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് അതൊന്ന് മൈനസ് ചെയ്യുക. 8000 രൂപയിൽ നിന്ന് 800 മൈനസ് ചെയ്താൽ 7200. സോ നമ്മൾ ഈ മെയ് മാസം ആകെ 2 പർച്ചേസ് നടത്തിയുള്ളൂ. ഈ 2 പർച്ചേസിൻ്റെ ടോട്ടൽ എത്രയും 24,100-ഉം 7,200-ഉം 31,300 രൂപ. ടോട്ടൽ എത്ര, 34,300. കണ്ടോ, സിമ്പിളാണ്. ഇവിടുന്ന് എന്താ ഐറ്റം അത് അവിടുന്ന് എടുക്കുക, ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ആണുള്ളതുണ്ട്. അത് ആകെ നിങ്ങൾക്കൊരു പണി വരെ ആകെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അതും പണിയൊന്നുമില്ല, കാൽക്കുലേറ്റർ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഈക്വൽ ടു അതോടെ കൊടുക്കുക. ഒരു പണിയില്ലല്ലോ. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് വാങ്ങാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ വേറെ നിങ്ങളുടെ എവിടെ ഉണ്ടാവില്ല, +1 അക്കൗണ്ടൻസിയിലില്ല. നെക്സ്റ്റ് നോക്കാം. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. അഥവാ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം ഉണ്ട് കേട്ടോ, ബാങ്ക് കോളം. ആ ബാങ്ക് കോളത്തിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതെന്താ അർത്ഥം, അതിന് ഓവർ ഡ്രാഫ്റ്റ് എന്നാ പറയുക. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനെന്തുണ്ട്, അതിന് ഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഉണ്ട് എന്നാ പറയുക. ബാലൻസ് ഉണ്ടെങ്കിൽ അതിന് ഫേവറബിൾ ബാലൻസ്, ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അൺഫേവറബിൾ ബാലൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, അൺഫേവറബിൾ ബാലൻസ് സെറ്റ്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ.
ഹൂ പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? BRs ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആരാ പ്രിപ്പയർ ചെയ്യുക? ബാങ്ക് ആണോ, അക്കൗണ്ട് ഹോൾഡർ ആണോ, ഗവൺമെൻറ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? സിമ്പിൾ ചോദ്യമാണ്. അക്കൗണ്ട് ഹോൾഡർ. ബാങ്കിൽ ആർക്കാണ് അക്കൗണ്ട് ഉള്ളത്? അല്ലെങ്കിൽ ഡെപ്പോസിറ്റർ, അല്ലെങ്കിൽ ബിസിനസ്മാൻ, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ്, പല പേര് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലിസ്റ്റ് ഔട്ട് എനി 4 causes ഓഫ് ടൈമിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് ഡ്യൂ ടു ടൈമിംഗ് ഡിഫറൻസ് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ടൈമിംഗ്, സമയത്തിൻ്റെ വ്യത്യാസം കാരണം ബാങ്കിലെ ബാലൻസും ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് അഥവാ ബാങ്ക് പാസ്ബുക്കിലെ ബാലൻസും ക്യാഷ് ബുക്കിലെ ബാലൻസും തമ്മിൽ വ്യത്യാസം വരാനുള്ള കുറേ റീസൺസ് ഉണ്ട്. അതിലേതെങ്കിലും 4 എണ്ണം എന്ത് ചെയ്യണം നമ്മൾ എഴുതാൻ പറയാം. ഏതെങ്കിലും 4 എണ്ണം. ഒരുപാട് എണ്ണം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇതിന് ആൻസർ ചെയ്താം. ഒന്നെന്താണ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. അതെന്താ അതിനർത്ഥം? മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിൽ നോട്ട് എഴുതിക്കൊള്ളിട്ട്. എന്താണ്? ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ ബട്ട് നോട്ട് കളക്റ്റഡ് അല്ല, ബട്ട് നോട്ട് ഡെപ്പോസിറ്റഡ്. എന്താണ്? ബട്ട് നോട്ട് ഡെപ്പോസിറ്റഡ്. ആ ചെക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ വാങ്ങിയ ആൾ, ചെക്ക് ആരാണ് വാങ്ങിയത്, പുള്ളിക്കാരൻ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, അല്ലെങ്കിൽ ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. രണ്ടും ആൻസർ ആണ് കേട്ടോ. എന്താണ്? നമ്മളൊരു ചെക്ക് ബാങ്കിലിട്ടു, പക്ഷേ ബാങ്കിൽ അത് കളക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറിയില്ല. നമ്മൾ ചെക്ക് ബാങ്കിൽ കൊടുത്തു, നമ്മുടെ ഒരു ചെക്ക്, ഒരു 50,000 ചെക്ക്. ഞാൻ പറഞ്ഞു ഈ 50,000 എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം. അപ്പം ബാങ്കുകാർ എന്ത് ചെയ്യും, ആ ചെക്ക് വാങ്ങി നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി നോക്കും. പക്ഷെ അത് അക്കൗണ്ടിലേക്ക് ആയില്ല. ബാങ്ക് കുറച്ച് ട്രൈ ചെയ്യും, കുറച്ച് സമയം എടുക്കും, 2-3 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അത്രയും ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പാണ് എന്ത്, ഈ ടൈമിംഗ് ഡിഫറൻസിൻ്റെ രണ്ടാമത്തേത്. നെക്സ്റ്റ് എന്താണ്, ഇത് രണ്ടും അത്യാവശ്യം ഡിഫിക്കൽട്ടാണ് പഠിക്കാൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഇനി എന്തുണ്ട്, ബാങ്ക് ചാർജസ് ആൻഡ് ഇൻട്രസ്റ്റ് ഡെബിറ്റർ. ഇത് സിമ്പിളല്ലേ? ബാങ്കിൻ്റെ ചാർജ്, ബാങ്കിൻ്റെ ചിലവുകൾ അല്ലെങ്കിൽ ബാങ്കിലെ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, അവർ കുറച്ചു. അതാണ് ഒന്ന്. രണ്ടാമത്തേത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്. ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ അഥവാ നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്കുള്ള ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടും. സോ അതാണ് ഡിവിഡൻഡ്. സോ നമ്മുടെ ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് എന്താണ്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്, മൂന്നാമത്തത് ക്രെഡിറ്റഡ്. പിന്നെ എന്തുണ്ട്, ചെക്ക് ഓർ ബിൽ, ബില്ല് അല്ലെങ്കിൽ ചെക്ക് ഡിസോണേഡ്. എന്താ ഡിസോണർ ആവുക, നമ്മുടെ ചെക്കോ നമ്മൾ ബാങ്കിൽ കൊടുത്തുള്ള ചെക്കോ ബില്ലുകൾ എന്ത് ചെയ്യും, അത് ക്യാൻസൽ ആവുക അല്ലെങ്കിൽ ഡിസോണർ ആവുകയും ചെയ്യുന്ന ഒരു കേസാണ്. ഇനിയും ഒരുപാട് എന്നത് എമൗണ്ട് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ. നമ്മുടെ കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടി ബാങ്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക് ഡയറക്റ്റ്ലി, ബാങ്ക് ഡയറക്റ്റായി നടത്തിയ പേയ്മെൻറ്റ്. സോ അതിൽ 7 എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. 4 മാർക്ക്. കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിനടക്കം ചോദിച്ച ചോദ്യമാണ്. 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മോഡൽ എക്സാമിന് 4 മാർക്കിന് വേറെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലർ. താഴെ തന്ന പർട്ടിക്കുലേഴ്സ് 1, 2, 3, 4, 5 ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ 5 ഐറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇതിൻ്റെ ഐഡിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇതിൽ 5 മാർക്കോ 4 മാർക്കോ ആയിരിക്കും. ആ 5-4 മാർക്കിലെ ഒരു 3 മാർക്കിൽ നിങ്ങൾ വാങ്ങാൻ പറ്റുമല്ലേ, അതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് സീരിയൽ നമ്പർ, ഇനി പർട്ടിക്കുലർ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ, അടുത്തെന്താ ആഡ്, രണ്ടാമത്തത് ഡിഡക്റ്റ്. സോ നോക്കാം. ഫസ്റ്റ് ആയിട്ട് എന്താ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇവിടെ ക്യാഷ് ബുക്കാണ് തന്നത്, ബാലൻസുമാണ് തന്നത്, ഓവർ ഡ്രാഫ്റ്റ് അല്ല, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് അല്ല, ജസ്റ്റ് ബാലൻസാണ്. സാധാരണ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. 90% ഈ ചോദ്യം ചോദിക്കുക. കഴിഞ്ഞ വർഷം പാസ്ബുക്കാണ് ചോദിച്ചിട്ടോ, കഴിഞ്ഞ വർഷം പാസ്ബുക്കാണ് ചോദിച്ചത്. അതുകൊണ്ട് ഈ വർഷം മിക്കവാറും ക്യാഷ് ബുക്കായിരിക്കും ചോദിക്കുക. അപ്പോൾ എന്താണ് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ എഴുതാം. ഫസ്റ്റ് വൺ എന്താണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. എത്രയായി നോക്കിയാൽ 14,000 അല്ലേ. സോ ഇവിടെ 14,000 ചെയ്ത് ആഡിൻ്റെ കോളത്തിൽ കേട്ടോ. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് അൺഫേവറബിൾ ആണെങ്കിൽ അത് ഡിഡക്റ്റ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓവർ ഡ്രാഫ്റ്റ് അൺഫേവറബിൾ ആണെങ്കിൽ ഇവിടെയാണ് ബാലൻസ് ചെയ്തേണ്ടത്. സോ ഇവിടെ ബാലൻസാണ് കാണിച്ചത്. സെറ്റല്ലേ, 1 മാർക്ക് ഉറപ്പാണ്. ഇത് എഴുതാൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് ഒരു വസ്തു BRs എന്താണെന്ന് പോലും അറിയില്ലെങ്കിലും ഇങ്ങനെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ, ഇത് ചെയ്താൽ തന്നെ 1 മാർക്കായി. 1 മാർക്ക് ഇപ്പോൾ കിട്ടിയാൽ വലിയ കിട്ടൽ തന്നെയല്ലേ, അതൊക്കെ. നെക്സ്റ്റ്, ചെക്ക് ഇഷ്യൂഡ് എന്ന് കണ്ടാൽ അതെന്ത് ചെയ്യണം, അത് പ്ലസ്സാ. ചെക്ക് ഡെപ്പോസിറ്റ് എന്ന് കണ്ടാൽ അത് മൈനസാ. കണ്ടോ, ഇഷ്യൂഡ് കണ്ടോ, ഇഷ്യൂ എന്താ പ്ലസ് ആണ്, ഡെപ്പോസിറ്റ് മൈനസ്. അതെങ്ങനെ മനസ്സിലാക്കണ്ടോ, ഇവിടെ ഐക്ക് എന്താ
ഐ എന്ന് പറഞ്ഞാൽ മൈനസിൻ്റെ ഒരു സിംഗിൾ ലൈൻ അല്ലേ, സോ അതെന്താ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക പ്ലസ്. ഇനി ഒരു ഡെപ്പോസിറ്റ് ടി പ്ലസ്സാ, ഈ പ്ലസിൻ്റെ ഓപ്പോസിറ്റാണ് മൈനസ്. ഇനി വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ആലോചിച്ചേക്കാം, ജസ്റ്റ് ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഐയും ഈ ഒരു ടിയും വെച്ചിട്ട് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തിട്ട് വെക്കാം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് എന്താണ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്. കണ്ടോ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്ന് കണ്ടാൽ അതെന്താ, അത് പ്ലസ്സാ. ബാങ്ക് ചാർജസ് എന്ന് കണ്ടാൽ അത് മൈനസാണ്. ബാങ്ക് ചാർജസ് എന്ന് കണ്ടാൽ മൈനസാണ്. ചെക്ക് ബിൽ ഡിസോണേഡ് അല്ലെങ്കിൽ ക്യാൻസൽഡ് എന്ന് കണ്ടാൽ അതെന്താ, അത് മൈനസ് ആയിരിക്കും. ഇനി ഡയറക്റ്റ് ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ കസ്റ്റമർ എന്ന് കണ്ടാൽ അത് പ്ലസ് ആണ്. ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ പ്ലസ്, ബാങ്ക് ആണെങ്കിൽ മൈനസാണ്. എന്താണ്, ബാങ്ക് ആണെങ്കിൽ മൈനസ് ആയിരിക്കും. സോ ഇവിടെ ഇതെന്താണ്, ഇത് ചെക്ക് അല്ലെങ്കിൽ ബില്ല് ഡിസ്കൗണ്ടഡ്. കണ്ടോ, സോ ഈ കേസ് ഇത് ഇനി അഥവാ ഇതല്ലാതെ ഈ കേസ് വന്ന് എന്ത് ചെയ്യണം, അത് അതേപോലെ ചെയ്യണം. സോ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ചെക്ക് ഇഷ്യൂഡ്, ചെക്ക് ഡെപ്പോസിറ്റ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടാവും, ഉറപ്പാണ് ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടാവും. അപ്പോൾ ഇഷ്യൂഡ് ആണെങ്കിൽ പ്ലസ്സും ഡെപ്പോസിറ്റ് ആണെങ്കിൽ മൈനസും ആണ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് കണ്ടോ, ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ക്രെഡിറ്റഡ് എന്ന് കണ്ടാൽ പ്ലസ്സാണ്. ചാർജസ്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് എന്നോ ചാർജസോ ഒന്നും അതിലേതെങ്കിലും ഒന്ന് കണ്ടാൽ മതി, അതെന്താ മൈനസാണ് ചെയ്യേണ്ടത്. സോ നോക്കാം, ഫസ്റ്റ് ചെക്ക് ഇഷ്യൂഡ്, ഫസ്റ്റ് വേണം എന്താ, രണ്ടാമത്തത് ചെക്ക് ഇഷ്യൂഡ്. ഇതെന്ത് ചെയ്യണം, ആഡ് എന്നുള്ള കോളത്തിലുണ്ട്, ആഡ് ചെയ്തിട്ട് ചെക്ക് ഇഷ്യൂഡ്. ജസ്റ്റ് ഞാൻ ബാക്കി എഴുതുന്നില്ല കേട്ടോ, ബാക്കി ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ചെക്ക് ഇഷ്യൂഡ് പഠനം പ്രസൻറ്റ് എന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ തന്നിട്ട് ഞാൻ ജസ്റ്റ് ഷോർട്ട് നോട്ട് എഴുതുന്നേ ഉള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് 3, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എത്ര, ചെക്ക് ഇഷ്യൂഡ് 1800, ഇൻട്രസ്റ്റ് 150, 1800 150. ഇനി ടോട്ടൽ ഇവിടെ എഴുതാം, എത്ര 14,000 15,000 15,950 15,950. ഇനി എന്താ ഇപ്പുറത്തെ സൈഡിൽ ചെക്ക് ഡെപ്പോസിറ്റഡ് 860, ബാങ്ക് ചാർജസ് 80, 860 80. എന്താണ് ഇവിടെ ലെസ് എന്ന് പറഞ്ഞ് കൊടുക്കണം, എന്താ ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് കളക്റ്റഡ്, ഇൻട്രസ്റ്റ് ഡെബിറ്റഡ്. കണ്ടോ, ജസ്റ്റ് ഇവിടെ ഞാൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നോക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട് ഇപ്പുറത്ത് എഴുതാം, 15,950. എന്നിട്ട് ഈ 15,950 ഇത് മൈനസ് ചെയ്യുക. ഇത് എത്ര, 910 ഉണ്ട്. അപ്പോൾ 910 മൈനസ് ചെയ്താൽ 15,040 രൂപ ഉണ്ടാവും, 15,040. ഈ 15,040 എന്ത്, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. കണ്ടോ, അതായത് ഇവിടെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ അവസാനം നമുക്ക് കിട്ടുന്ന ബാലൻസ് ഉണ്ടല്ലോ, ഈ ബാലൻസ് ആയിരിക്കും ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തെ ലൈൻ നിങ്ങൾക്ക് എന്തായാലും അറിയാം. പിന്നെ ഇതിൽ ഈ ഒരു 3 ഈ 4 3 തരും. ആ 4 3 2 നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ അറിയില്ലേ, ആ 2 ചെയ്യുക. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു കറക്കി കുത്തിയിട്ട് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഉറപ്പാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ, ഇതിൽ ചെയ്തിട്ട് പകുതി ശരിയായ ഒരു 3 മാർക്ക് വാങ്ങാൻ പറ്റും. അതെങ്കിലും കിട്ടിയാലായില്ലേ, 1 മാർക്ക് എന്തായാലും വാങ്ങാൻ പറ്റും. ബാക്കി 2 മാർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ പ്ലസും മൈനസ് ഞാൻ പറഞ്ഞത് ഇവിടെ മൈനസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കോ 4 മാർക്കോ 100% എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. ബാങ്ക് റീകൺസിഡറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, സ്വന്തമായി ക്യാൻസൽ ആവുന്ന ചില എറർ ഉണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും ക്യാൻസൽ ആകും, അത്തരം എററിനാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയാം. നെക്സ്റ്റ്, ഫർണിച്ചർ കടത്തിന് വാങ്ങി പക്ഷേ റോങ്ലി റെക്കോർഡ് ചെയ്തിന് ക്യാഷ് ബുക്ക്, അത് ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്തത്. അത് എന്തിൻ്റെ എക്സാമ്പിളാണ്, അത് പ്രിൻസിപ്പൽ എററിൻ്റെ എക്സാമ്പിളാണ്. കാരണം എന്താണ്, അത് ഫർണിച്ചർ എപ്പോഴും എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ഫർണിച്ചർ അക്കൗണ്ടിലാണ്. ക്യാഷ് ബുക്കിൽ എന്താ റെക്കോർഡ് ചെയ്യേണ്ടത്, ക്യാഷിൻ്റെ റെസിപ്റ്റും ക്യാഷിൻ്റെ പേയ്മെൻറ്റും മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ ടെമ്പററി അക്കൗണ്ട് ക്രിയേറ്റഡ് വൺ ട്രയൽ ബാലൻസ് ഈസ് നോട്ട് ടാലി. ട്രയൽ ബാലൻസ് ടാലി അല്ല, 2 സൈഡ് ഈക്വൽ അല്ല. അങ്ങനെ ഈക്വൽ അല്ലെങ്കിൽ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, നമ്മൾ സസ്പെൻസ് അക്കൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫ്രം ദ ഫോളോയിങ് എറേഴ്സ് ആർ ഫൗണ്ട്. നമ്മൾ താഴെ പറയുന്ന എറേഴ്സുകൾ തന്നിട്ടുണ്ട്. ഫൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് റിൻസിൻ്റെ ബുക്സിൽ എന്ത് ചെയ്ത് തെറ്റുകൾ വന്നിട്ടുണ്ട്. ആ എറേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ റെക്ടിഫൈ ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ആ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിൽ ആദ്യം റെക്ടിഫിക്കേഷൻ്റെ മുന്നേ ഇതിൻ്റെ ഏത് ടൈപ്പ് ഓഫ് എറാന്ന് കാണാം. ടൈപ്പ് ഓഫ് എറർ ഇടയ്ക്കൊക്കെ നന്നായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 മാർക്കല്ല, ഈസി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സോ വേജസ് പെയ്ഡ് ഓൺ ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീനറി വർ ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. മെഷീനറിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ അത് വേജസ് അക്കൗണ്ടിലേക്കാണ് റെക്കോർഡ് ചെയ്തത്. അത് ചെയ്യരുത്, അത് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, അത് മെഷീനറി അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇതെന്താണ്, ഇത് എറർ ഓഫ് പ്രിൻസിപ്പളാണ്. എന്താണ്, പ്രിൻസിപ്പളാണ്. നെക്സ്റ്റ്, ക്യാഷ് പെയ്ഡ് ടു ഗോമസ് വർത്ത് 8,000 വാസ് ഡെബിറ്റഡ് ഇൻ ഗൗതം. ഗോമസിന് കൊടുത്ത ഗൗതമിൽ മാറിപ്പോയി. സോ അതെന്താണ്, അത് എറർ ഓഫ് കമ്മീഷനാണ്. എന്താണ്, കമ്മീഷൻ, കമ്മിറ്റഡ് എററാണ്. ക്യാഷ് സെയിൽ ടു മിസ്റ്റർ ജിജോ 3,000 നോട്ട് എൻറ്റേഡ്. അത് എൻ്റർ തന്നെ ചെയ്തിട്ട്, അപ്പോൾ എന്താണ്, അത് ഒമിഷനാണ്. അതെന്താണ്, ഒമിഷനാണ്. പർച്ചേസ് ഡേ ബുക്ക് ഓവർകാസ്റ്റ്, അതെന്താ, ഓവർകാസ്റ്റ് ഇത് എഴുതിയത് കൂടിപ്പോയി. സോ അതെന്താണ്, അത് കമ്മീഷനാണ്, എറർ ഓഫ് കമ്മീഷനാണ്. സോ നമുക്ക് നോക്കാം. വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ റെക്കോർഡഡ് ഇൻ
വേജസ് അക്കൗണ്ട് മെഷീനറിക്കുള്ള പൈസ, മെഷീനറിയുടെ ആഡ് ചെയ്യേണ്ട പൈസ നമ്മൾ വേജസിലേക്ക് റെക്കോർഡ് ചെയ്തു. അതായത് മെഷീനറി റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, മെഷീനറിനെ ഡെബിറ്റ് ചെയ്തിട്ടില്ല. സോ എന്ത് ചെയ്യണം, മെഷീനറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്തിനെയാണോ ഡെബിറ്റ് ചെയ്യാൻ വിട്ടത് അതിന് ഡെബിറ്റ് ചെയ്യുക. എത്ര എമൗണ്ടാണ്? 5000. 2 ഈ മെഷീനറിക്ക് പകരം എന്തിനാണ് ഡെബിറ്റ് ചെയ്തത്? വേജസിനല്ലേ. അപ്പോൾ ആ വേജസിൻ്റെ ഡെബിറ്റിനെ ക്യാൻസൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ടു വേജസ് അക്കൗണ്ട് 5000. ഓക്കെ, ഡീൽ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താ? ക്യാഷ് പേ ടു ഗോമസ് വാസ് ഡെബിറ്റഡ് ടു ഗൗതം. കണ്ടോ, ഇവിടെ ഗൗതമിനെ ഡെബിറ്റ് ചെയ്തത്, ശരിക്കും ഗോമസിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഗോമസിനെ ഡെബിറ്റ് ചെയ്യാം. ഗോമസ് അക്കൗണ്ട് ഡെബിറ്റ് ടു, ഇവിടെ ഗൗതമിനെ അറിയാതെ ഡെബിറ്റ് ചെയ്തില്ലേ, ആ ഗൗതമിൻ്റെ ഡെബിറ്റ് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. സോ ടു ഗൗതം. എത്ര എമൗണ്ട് ഉള്ളത്? 8000. മൂന്നാമത്തത് എന്താണ്? ക്യാഷ് സെയിൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ആണ്. അത് ഫുള്ള് വിട്ടുപോയി. അപ്പോൾ വിട്ടുപോയാൽ അത് അതേ എൻട്രി ചെയ്ത് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ ടു സെയിൽസ്. എത്രയാണ്? 3000. നെക്സ്റ്റ് എന്താണ്? പർച്ചേസ് ഡേ ബുക്ക് ഹാസ് ബിൻ ഓവർകാസ്റ്റ്. കണ്ടോ, ഇതെന്താ? പർച്ചേസ് ഡേ ബുക്ക് ഓവർകാസ്റ്റ് ചെയ്തു. അഥവാ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റാ. അപ്പോൾ ഡെബിറ്റ് ഓവർകാസ്റ്റ് കൂടി, 500 ഡെബിറ്റ് കൂടി. അപ്പോൾ ഡെബിറ്റ് കുറയ്ക്കണമെങ്കിൽ എന്താണ്? ക്രെഡിറ്റ് ചെയ്യണം. പറ്റു പർച്ചേസ് അക്കൗണ്ട് 500 കൂടിയല്ലേ. അപ്പം എന്താ? ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ബൈ എന്താ ചെയ്യേണ്ടത്? അവിടെ ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സസ്പെൻസ് അക്കൗണ്ട്. എന്താണ്? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് 500 ടു പർച്ചേസ് അക്കൗണ്ട് 500 രൂപ. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയാൽ ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ് വരുമ്പോൾ അവിടെ എന്തായും? അവിടെ സസ്പെൻസ് അക്കൗണ്ട് വരും. ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ എന്താ? ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ പ്രിപ്പയർ ട്രയൽ ബാലൻസ്. നമ്മൾ താഴെ പറയുന്ന ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. സോ ട്രയൽ ബാലൻസിനെ ശ്രദ്ധിക്കുക. എന്താണ്? നമ്മൾ ആദ്യം ഐറ്റം നോക്കാം. അസറ്റ്, എക്സ്പെൻസ്, ഇത് രണ്ടിലേതെങ്കിലും വന്നാൽ ഡെബിറ്റ് ചെയ്യുക. ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇത് മൂന്നിലേതെങ്കിലും വന്നാൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. സോ നമുക്ക് നോക്കാം. പർച്ചേസ് ഒരു എക്സ്പെൻസാണ്. സോ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ, സെയിൽ ഇൻകം കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ഡെബിറ്റ് ചെയ്യണം. സെയിൽ ഡെബിറ്റ് ആണ്, അപ്പോൾ സെയിൽ റിട്ടേൺ ക്രെഡിറ്റ് ആണ്. സെയിൽ ക്രെഡിറ്റ് ആണ്, അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്താണ്? ഡെബിറ്റ് ആണ്. ഡെപ്റ്റർ അസറ്റാണ്, സോ ഡെബിറ്റ് ചെയ്യണം. സെയിൽ ഇൻകം ആണ്, സോ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റലാണ്, ക്രെഡിറ്റ് ചെയ്യണം. ഇൻഷുറൻസ് പ്രീമിയം എക്സ്പെൻസ് ആണ്, ചിലവാണ്, സോ ഡെബിറ്റ് ചെയ്യണം. സൺട്രി ക്രെഡിറ്റർ എന്താണ്? ക്രെഡിറ്റർ നമ്മുടെ ലയബിലിറ്റി ആണ്, സോ ലയബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ്, അസറ്റ് അല്ലേ? DR. മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെ എന്താണ്? ഡെബിറ്റാണ്. കാരണം ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും അസറ്റാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രയൽ ബാലൻസ് വരയ്ക്കുന്നു. ട്രയൽ ബാലൻസ് എങ്ങനെ വരയ്ക്കുക? ആദ്യം ഇങ്ങനെ ഒരു വര, പിന്നെ ഇങ്ങനെ ഒരു വര, ഇതിങ്ങനെ ഒരു വര. സോ വേണമെങ്കിൽ ഇവിടെ ഒരു വര എടുക്കാം. അപ്പോൾ എന്താ ഫസ്റ്റ് വേണ്ടത്? നെയിം ഓഫ് അക്കൗണ്ട്സ് ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലേ? അപ്പോൾ നോക്കാം. പർച്ചേസ്, ഇനി വേണമെങ്കിൽ ഒരു ഐറ്റം കൂടി കൊടുക്കണം. എന്ത്? സീരിയൽ നമ്പർ കേട്ടോ. ഇവിടെ എത്ര ഐറ്റം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 10 ഐറ്റം ഉണ്ട്. സോ 1 2 3 4 5 6 7 8 9 10 എന്തൊക്കെയാണ്? പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, ഡെപ്റ്റർ. പർച്ചേസ്, സെയിൽ റിട്ടേൺ, ഡെപ്റ്റർ. സെയിൽസ്, ക്യാപിറ്റൽ, ഇൻഷുറൻസ്. സെയിൽസ്, ക്യാപിറ്റൽ, ഇൻഷുറൻസ്. ക്രെഡിറ്റർ, ക്യാഷ്, മെഷീനറി. ക്രെഡിറ്റർ, ക്യാഷ്, മെഷീനറി. ലാസ്റ്റ് വൺ ഫർണിച്ചർ. സോ ടോട്ടൽ ചെയ്യണം. ഒരു ഐറ്റം നോക്കാം അല്ലേ? സോ പർച്ചേസ് എവിടെ? ഡെബിറ്റ് സൈഡിൽ. എത്ര? 60000 3000. സോ 60000, അടുത്തത് 3000. ഇതെന്താ? രണ്ടും സെയിൽസ് റിട്ടേൺ 3000, രണ്ടും എന്താ? ഡെബിറ്റ് സൈഡിലാണ്. സെയിൽസ് റിട്ടേൺ കഴിഞ്ഞാൽ ഡെപ്റ്റർ 24500, അതും ഡെബിറ്റ് സൈഡിലാണ്. എത്രയാണ്? 24500. അടുത്ത എന്താ നോക്കാം. സെയിൽ 89400, ക്യാപിറ്റൽ 1,00,000. സോ 89400 സെയിൽസ്, 89400, 1,00,000 എന്ത്? ക്യാപിറ്റലും. നെക്സ്റ്റ് എന്താ ഉള്ളത്? ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ.
ഇൻഷുറൻസ് പ്രീമിയം സൺഡ്രി ക്രെഡിറ്ററും 5600 14700. സോ 5600 ഇവിടെ ഇൻഷുറൻസ് ഡെബിറ്റ് ആണ് 5600 14100 അല്ലേ 14700 അല്ലേ 14700 എന്താണ് നമ്മുടെ ക്രെഡിറ്ററാണ് ക്രെഡിറ്റർ. സോ ക്രെഡിറ്റ് സൈഡിലാണ്. ഇനി ക്യാഷ് 19,000 മെഷീനറി 75,000 ക്യാഷ് 19,000 ക്യാഷ് 19,000 70 എത്രയാണ് 75,000 ലാസ്റ്റ് വൺ ഫർണിച്ചർ 17,000 എത്ര 17,000. സോ ഇനി എന്ത് ചെയ്യണം ഇത് ടോട്ടൽ ചെയ്യണം 1,00,000 + 89,400 അപ്പോൾ 1,89,400 1,90,199 1,89,199 2,04,100 എത്ര 2,04,100 ഇതാണ് ടോട്ടൽ വരും 2,04,000 കറക്റ്റ് തന്നെ അല്ലേ 90,000 1,03,000 1,03,104,100 അപ്പോൾ 2,04,100 കറക്റ്റാണ്. ഇനി 60 75 85 95 20 95 95 70 80 90 95 102 111 111 24 131 135 135 138 138 143 144,100 144,100 എന്താണ് 2,04,100 രണ്ട് സൈഡും കണ്ടോ ടാലി ആയില്ലേ ഈക്വൽ അല്ലേ 1,40,40,400 1,44,100 60,000 2,04,100 രണ്ട് സൈഡും ഈക്വലായി. ഇനി അഥവാ ഈക്വൽ ആയില്ല എന്ന് വിചാരിക്കാം അപ്പോൾ എന്ത് ചെയ്യണം സസ്പെൻസ് കൊണ്ട് കൊടുക്കുക എന്നിട്ട് എവിടെ കുറവ് ആ കുറഞ്ഞ എമൗണ്ട് ആ സൈഡിൽ എഴുതുക അതോടുകൂടി എന്ത് ചെയ്യും രണ്ട് സൈഡും ടാലി ആകും. സോ ട്രയൽ ബാലൻസ് വെച്ചാൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു അതുപോലെ BRSലെ ക്വസ്റ്റ്യൻസ് പഠിച്ചു സിമ്പിൾ അല്ലേ അത്യാവശ്യം ഇത് ഫസ്റ്റത്തെ 3 ചാപ്റ്റർ മാതിരിയല്ല കുറച്ച് പ്രോബ്ലം ചാപ്റ്റേഴ്സാണ്. ഈ ട്രയൽ ബാലൻസും പർച്ചേസ് ബുക്ക് ഒരിക്കലും മറക്കരുത്. BRSൻ്റെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ട്രിക്കുകൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ മറക്കാതെ എക്സാമിന് സെറ്റാക്കി ചെയ്യണം. ഓക്കെ അല്ലേ മക്കളെ ഓൾ ദ ബെസ്റ്റ് അടിപൊളിയാക്കുക.